സംസാരിക്കുന്ന സംഗീതം. സംഗീതത്തിന്റെ ആഴങ്ങൾ തൊട്ടറിയാൻ വേദിയിലേക്ക് വരുന്നു ആലീസ് ജോസൂട്ടി. ചീരപ്പൂവുകൾ കുമ്മ കൊടുക്കണ നീലക്കുരുവികളെ
ആലപിച്ച സെന്റ് അൽഫോൻസ ഫാമിലിയിലെ നമ്മുടെ യുവ ഗായികയ്ക്ക് നല്ലൊരു കൈയടി കൊടുത്തേ. ഇതാ വരുന്നു ചിരിച്ചുണ്ടനുമായി സെന്റ് അൽഫോൻസ ഫാമിലി യൂണിറ്റ്. ഈ വേദിയിൽ വെറും വള്ളമല്ല, തലമുറകളുടെ കളിയാണിത്. പഴയ തലമുറ വെള്ളത്തിലുണ്ടാകുന്നത് മണ്ണിൻ വാസനയും ഓർമ്മകളുടെ സ്പീഡുമായി. പുതിയ തലമുറ വെള്ളത്തിൽ വരുന്നത് റീലിന്റെ റേസും പേജിന്റെ താളവുമായി. അപ്പോൾ കയ്യടികളോടെ സ്വാഗതം ചെയ്യാം പഴയ തലമുറ വേഴ്സസ് പുതുതലമുറ വള്ളംകളി. ചിരിയും കളിയുമായി മനോഹരമായ കാഴ്ച. സഹൃദയരായ കലാസ്നേഹികളെ, കൈരളിയുടെ കതിർമുറ്റത്ത് ആഹ്ലാദത്തിന്റെ കതിർമണികൾ ചൊരിയുന്ന കേരളത്തിന്റെ പ്രശസ്തവും പുരാതനവുമായ ജലോത്സവം വള്ളം കളി. വിത്തെറിഞ്ഞ കൈകളാൽ തുഴയെറിഞ്ഞു നീങ്ങുന്ന കുട്ടനാടൻ കർഷകരുടെ ചുണ്ടൻ വള്ളങ്ങളും ആറന്മുള പള്ളിയോളങ്ങളും ഓളപ്പരപ്പിൽ തെന്നി നീങ്ങുന്ന നയന മനോഹരമായ കാഴ്ചയെ ഓർമ്മിപ്പിക്കുന്ന ഓണം. പുന്നമടക്കായലിലും പമ്പാ നദിയിലും നയമ്പുകൊണ്ട് മുത്തുവാരി ചിതറി കുതിച്ചു പായുന്ന ചുണ്ടൻ വള്ളങ്ങളെ ഭാവനയുടെ നിറക്കൂട്ടുകൾ ചാലിച്ച് താളവും വേഗവും സമന്വയിപ്പിച്ച് വഞ്ചിപ്പാട്ടിന്റെ അകമ്പടിയോടുകൂടി ഇതാ അവതരിപ്പിക്കുന്നു സെന്റ് അൽഫോൻസ ചിരി ചുണ്ടൻ. നിർത്തടാവേ, പാട്ട് നിർത്തടാ. ഇങ്ങോട്ട് വാ, പറയാം. സീൻ ഉണ്ടാക്കാതെ നമുക്ക് ശരിയാക്കാം. എന്റെ പൊന്നു ബ്രോ, എല്ലാ വർഷവും ഈ ലുങ്കിയും ബനിയനും തലേക്കെട്ടും ഇട്ടുകൊണ്ടിങ്ങി പോരും. പിന്നെ തൊഴയോട് തൊഴ. ഇത് നിർത്താറായില്ലേ? ഇത് കണ്ടു കണ്ട് മനുഷ്യൻ മടുത്തു. പോന്നോനെ ദിനേശ, ഞങ്ങൾ തുഴഞ്ഞോളാം. ബ്രോ, നമുക്ക് ഇപ്രാവശ്യം നമ്മുടെ ഐറ്റം ഇട്ടാലോ? നിങ്ങൾ പൊളിക്ക് ബ്രോ, പൊളിക്കണം. അയ്യോ കൊച്ചേട്ടാ, ദേ ഇവന്മാരാ എന്നെ തല്ലിയത്.
എണീക്കടാ, ഇങ്ങോട്ട് മാറി നിൽക്ക്. ഏതോ മുട്ടനാട് പുല്ല് കടിച്ചു പിടിച്ച പോലെ നിന്റെ ഒരു താടിയും. എടാ എടാ വകതിരില്ലാത്തവനെ, നീയൊക്കെ എന്തിനാണ് ഈ കറുത്ത ഷർട്ടൊക്കെ ഇട്ട് വന്നേക്കുന്നത്? എന്തു വാടേ ഇത്? നിന്റെ തലമുടി ഷോക്കടിച്ച പോലെ ഉണ്ടല്ലോ. നിന്റെയൊക്കെ ന്യൂ ജനറേഷൻ ഒക്കെ അവിടെ നിൽക്കട്ടെ, നിനക്കൊക്കെ തുഴ പിടിക്കാനെങ്കിലും അറിയുമോ? ഞങ്ങളുടെയൊക്കെ താളത്തിനും മേളത്തിനും ഒപ്പം നിനക്കൊക്കെ തുഴയാൻ പറ്റുമോ? എങ്കിൽ വിളിക്കടാ. അതുപോലെ തന്നെ നമ്മൾ കേൾക്കാൻ പോകുന്നത് വാക്കുകൾ ഇല്ലാത്തൊരു സംഗീതം, പക്ഷേ അതിനാൽ എളുപ്പത്തിൽ മനസ്സിൽ തങ്ങിയെടുക്കാൻ കഴിയുന്ന ഒരു വയലിൻ പ്രകടനം. നമുക്ക് വലിയ കൈയടിയോടെ സ്വാഗതം ചെയ്യാം.
സെബാസ്റ്റ്യൻ യൂണിറ്റ് അണിയിച്ചൊരുക്കിയ ഈ പ്രോഗ്രാം തീർച്ചയായും സദസ്സിനെ സംഗീതത്തിൻ്റെ ഒരു പുതിയ ഭാവത്തിലേക്ക് നയിച്ചു. നമുക്കൊരു വലിയ കൈഡി നൽകാം. സ്കിറ്റ് ഒരു കഥ പറയുന്നെങ്കിൽ നൃത്തം ആ കഥയുടെ ഹൃദയമാകുന്നു. ഇവ രണ്ടും ചേർന്നാൽ അത് കാണുന്നവരുടെ മനസ്സിൽ ഒരു കുളിർമയാകുന്നു. നൃത്തത്തിനും സ്കിറ്റിനും ഇടയിൽ ഒരു അത്ഭുതകരമായ കൂട്ടായ്മയിലൂടെ ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് ഒരു മനോഹരമായ ഒരു ദൃശ്യവിരുന്നാണ്. സഹൃദയരെ, മാറുന്ന കാലം, മാറുന്ന ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ആഘോഷങ്ങൾ ഇവയോടൊപ്പം മാറാൻ പലതവണ പറഞ്ഞു പഴകിയ നമ്മുടെ ഐതിഹ്യവും 2025 ചിങ്ങമാസ പുലരി കേരള ഈസ് നൗ റൂളിംഗ് ബൈ ദ ജെൻസ് കിങ് MH ബലി. ഐതിഹ്യ കഥയെ കുറച്ച് തമാശ രൂപേണ ഞങ്ങൾ അവതരിപ്പിക്കുന്നു. സെൻറ്റ് സെബാസ്റ്റ്യൻസ് ഫാമിലി യൂണിറ്റ് MH ബലി അഥവാ ദ ജെൻസ് കിങ്. ആഹാ, നേരെ ഇത്രയായിട്ടും രാജൻ എഴുന്നേറ്റില്ലേ? എല്ലാറ്റിനും ടൈം മാനേജ്മെന്റ് എന്ന് ശാഠ്യം പിടിക്കുന്ന ആളാ. സ്വന്തമായിട്ട് മാത്രം ഒരു നിഷ്ഠയുമില്ല. കഷ്ടം. രാജനാണ് പോലും മഹാരാജൻ. ഓയ് മഹാരാജൻ, പള്ളി ഉണർന്നാലും അർക്കന്റെ രശ്മികൾ പൃഷ്ഠഭാഗത്തായിരിക്കുന്നു. മന്ത്രി, ആളെ നാറ്റിക്കാതിലേ, ഞാനിതാ എത്തി. നീ ഒന്ന് വൈബാക്കടോ. ആഹാ, പള്ളി എഴുന്നേറ്റോ? എന്നാ പിന്നെ തുടങ്ങിയേക്കാം. രാജാതിരാജൻ, രാജകുലോത്തുംഗൻ, ലഫ്റ്റനന്റ് കേണൽ പത്മശ്രീ പത്മവിഭൂഷൺ ഭരത് മഹാബലിത്തമ്പുരാൻ എഴുന്നള്ളുന്നേ, എഴുന്നള്ളുന്നേ, എഴുന്നള്ളുന്നേ. ஏய், இங்க நான் தான் கிங், நான் வச்சதான் ரூல்ஸ். टाइगर മതി മതി, നമുക്ക് തൃപ്തിയായി. എന്താ വൈബ്? ഇന്നത്തെ കണി ഓക്കെ. ഓ, ചുമ്മാ ഇരിക്കട്ടെന്ന്, ഒരു വഴിക്ക് പോകുന്നതല്ലേ. ആഹാ, മന്ത്രി ഇതെങ്ങോട്ടാണ് പോകുന്നത്? ഈ ഇയറിലെ ലീവെല്ലാം തീർന്നു കേട്ടോ. ഈ അൺപെയ്ഡ് ലീവേ ഉള്ളൂ, ഓർമ്മ വേണം. ആ, സിക്ക് ലീവ് ഉണ്ടല്ലോ. ഡേയ്, HR പോളിസി മാറി തറിഞ്ഞില്ലേ? സിക്ക് ലീവിന് കൊട്ടാരം വൈദ്യന്റെ സർട്ടിഫിക്കറ്റ് തന്നെ വേണം. അറിയാലോ, നോട്ട് അലൗഡ്. അതവിടെ നിൽക്കട്ടെ. രാജൻ ഇന്നത്തെ ഷെഡ്യൂളെല്ലാം ചാർട്ട് ചെയ്തോ? എല്ലാം ഓക്കെ. ബ്രേക്ക്ഫാസ്റ്റ് അൽഫഹം, ലഞ്ച് മട്ടൻ ബിരിയാണി, നോ നോ നോ, കബ്സ മതി. ഡിന്നർ കുഴിമന്തി. ഛേ, മോശം മോശം മോശം. അങ്ങേക്ക് തീറ്റ വിചാരം മാത്രമേ ഉള്ളോ? PR ടീം തള്ളിമറിച്ച് ഒരുവിധം പേരുണ്ടാക്കിയത് കുളമാക്കല്ലേ. അങ്ങയുടെ ഭരണത്തെക്കുറിച്ച് ഈ ലോകത്തും പരലോകത്തും നല്ല മതിപ്പാണേ. ദേവേന്ദ്രനാണെങ്കിൽ അസൂയ മൂത്ത് വട്ടയെന്നാണ് കേട്ടത്. ഉള്ളതാണോ? നീ അങ്ങേരെന്തെങ്കിലും കുരുത്തക്കേട് ഒപ്പിക്കുമോ എന്തോ? സൂക്ഷിച്ചും കണ്ടും നടന്നാൽ രാജന് കൊള്ളാം. ആ, പറഞ്ഞു സമയം പോയി. ഡേയ്, നീ ഇന്നത്തെ ഷെഡ്യൂൾ നോക്കണേ. ജെമിനി, എന്താണ് ഇന്ന് രാജന്റെ പരിപാടികൾ?
നാരായണ നാരായണ, ദേവലോകത്തു നിന്ന് നാരദനാണ്. മഹാബലി താങ്കളുടെ ഭരണത്തിൽ അസൂയ പൂണ്ട ദേവന്മാർ മഹാവിഷ്ണുവിന്റെ സഹായം തേടിയിട്ടുണ്ട്. ഏതു നിമിഷവും ഒരു ചതി പ്രതീക്ഷിക്കാം. കരുതിയിരിക്കണം. നാരായണ നാരായണ. അങ്ങൊന്ന് ശ്രദ്ധിക്കണം. മഹാവിഷ്ണുവിനെ അറിയാമല്ലോ, പ്രച്ഛന്ന വേഷത്തിൽ തനി രാവണനാണ്. പിന്നെ എന്നെ പറ്റിക്കാൻ ഇത്തിരി പൊളിക്കും. ആ, ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ടെൻഷൻ ആയല്ലോ. ഒന്ന് കളറാക്കാൻ കൊട്ടാര നർത്തികളെ വിളിച്ചാലോ? അതിനെവിടെ നർത്തകികൾ? അവരെല്ലാം കൂടെ തൊഴിലുറപ്പെന്നും പറഞ്ഞ് പോയിട്ടുണ്ട്. ആ, അങ്ങനെയെങ്കിൽ പണിയൊന്നും ചെയ്യാതെ വെറുതെ ഇരിക്കുന്ന ഭർത്താക്കന്മാരെ വിളിക്കൂ. ഒരു ജെൻഡർ ന്യൂട്രാലിറ്റി വരട്ടെ. അടിപൊളി. മന്ത്രി, എന്റെ കീഴടങ്ങിയതാടെ. ആട്ടെ മന്ത്രി വരിക. ഇന്ന് ആരൊക്കെയാണ് നമ്മയെ മുഖം കാണിക്കാൻ സ്ലോട്ട് ബുക്ക് ചെയ്തിരിക്കുന്നത്? 10 മണി മുതൽ 11 മണി വരെ വൺ മിസ്റ്റർ VA മാന്യൻ ഫ്രം കോദണ്ഡപുരം. വരാൻ പറയട്ടെ? കോദണ്ഡപുരമോ? എന്തായാലും കണ്ടു കളയാം. ഞാനൊന്ന് സെറ്റപ്പ് ആകട്ടെ. പ്രമാണം മഹാരാജൻ, പ്രമാണം. ഛേ, പ്രണാമം മഹാരാജൻ, പ്രണാമം. ഗുഡ് മോർണിംഗ് മിസ്റ്റർ VA മാന്യൻ. വൈ ആർ യു ഹിയർ? എനിത്തിങ് റോങ്? മടിക്കാതെ പറയണം. അതെ മഹാരാജൻ, വന്ന കാര്യം ഒരു മുൻഫേസ് ഇല്ലാതെ പറയാം. മടിക്കാതെ പറയണം മിസ്റ്റർ. എന്തായാലും പറഞ്ഞോളൂ. അതെ, എനിക്ക് 3 അടി വേണം. 3 അടിയേ. ഞാൻ തന്നെ തരണോ അതോ മന്ത്രി തന്നാൽ മതിയോ? എന്തുട്ടാ? 3 അടി. അതല്ല രാജൻ, ശൗചാലയം പണിയാൻ കുറച്ച് മണ്ണ് വേണം. മണ്ണിന് പെർമിറ്റ് ഇല്ലല്ലോ. എംസാൻഡ് മതിയോ? അതാകുമ്പം എത്ര വേണമെങ്കിലും തരാം. അതല്ല രാജൻ, എനിക്ക് ശൗചാലയം പണിയാൻ 3 അടി സ്ഥലം വേണം. എന്താണ് മന്ത്രി, നമ്മുടെ രാജ്യത്ത് ശൗചാലയമില്ലാത്തതുണ്ടെന്നോ? നമ്മൾ ഈ കണ്ട GSTയും പെട്രോൾ സെസ്സും കൂട്ടിയിട്ടും ഇനിയും ശൗചാലയം ഇല്ലാത്തതുണ്ടെന്നോ? ശ്രദ്ധിക്കണ്ടേ അമ്പാനെ? ശ്രദ്ധിക്കുന്നുണ്ട് രാജൻ. നിങ്ങൾ ദാനശീലനാണെന്നാണ് കേട്ടത്. പെട്ടെന്ന് തന്നാൽ എനിക്കങ്ങ് പോകാമായിരുന്നു. എനിക്കൊരു നെഗറ്റീവ് അടിക്കുന്നുണ്ട്. ഇതായിരിക്കുമോ നാരദൻ പറഞ്ഞ ചതി? ആണോ? ആയിരിക്കില്ല. ഇയാളുടെ മുഖത്ത് ഐശ്വര്യം കവിഞ്ഞൊഴുകിയല്ലേ. എന്തൊരു മെച്ചത. പേര് പോലെ മാന്യൻ. ശ്രദ്ധിച്ചാൽ അങ്ങേക്ക് കൊള്ളാം. ഞാൻ പറഞ്ഞു എന്ന് മാത്രം. രാജൻ, ഏസ് പറഞ്ഞാൽ അളവങ്ങ് തുടങ്ങാമായിരുന്നു. ദാനശീലം നമ്മുടെ ഒരു വീക്ക്നെസ് ആണേ. എന്നാ പിന്നെ ഒരു പിങ്കി പ്രോമിസ്, അതല്ലേ നാട്ടു നടപ്പ്. രാജൻ, അത് വേണോ? ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ? കുഴപ്പമില്ലെന്നേ. എന്നാ ഇതാ പിടിച്ചോ, പിങ്കി പ്രോമിസ്. പ്രാണാന്തം കലിയുദ്ധം അഹം വിഷ്ണോരവതാരം ആളിക്കത്തും സംഹാരം കൽക്കി. കണ്ടിട്ട് ഏതോ വലിയ പുള്ളിയാണെന്ന് തോന്നുന്നു. ഞാൻ വാമനൻ. ഞാൻ അപ്പോഴേ വാൺ ചെയ്തതാ. ഇനി അനുഭവിച്ചോ. അറിയാത്ത പിള്ള ചൊറിയുമ്പോൾ അറിയും. നീ ചെറിഞ്ഞോ?
കേറി മാന്തല്ലേ. കുഴപ്പമില്ല എന്നാ തോന്നുന്നത്. 3 അടി മണ്ണല്ലേ, അങ്ങ് കൊടുത്തേക്കണം രാജൻ. തന്നെ തന്നെ 3 അടി മണ്ണല്ലേ. നമ്മുടെ രാജ്യത്ത് സ്ഥലത്തിനാണോ പഞ്ചം? നിങ്ങളുടെ ചർച്ച കഴിഞ്ഞെങ്കിൽ എനിക്ക് തുടങ്ങാമായിരുന്നു. കുറച്ച് ധൃതിയുണ്ടേ. ഓക്കെ മിസ്റ്റർ, സ്റ്റാർട്ട് ദ അളക്കൽ പ്രൊസീജിയർ. എല്ലാം ആക്യുറേറ്റ് ആയിരിക്കണം. രാജൻ, ഇത് ഗൂഗിൾ മാപ്പ്. ആഹാ, കൊള്ളാമല്ലോ. ഇതിലെല്ലാ സ്ഥലവും കാണാൻ പറ്റുമോ? ഇതിങ്ങനെ സൂം ചെയ്ത് നോക്കാം. എന്നാ ദേവലോകം ഒന്ന് സൂം ചെയ്തേ. ആ പോരട്ടെ പോരട്ടെ, ഇനിയും ഇനിയും ഇനിയും. രാജൻ, വേണ്ട കേട്ടോ. അങ്ങയുടെ പോക്ക് എങ്ങോട്ടാണെന്ന് മനസ്സിലായി. ഇതിൽ ഞാൻ എനിക്ക് വേണ്ട സ്ഥലം മാർക്ക് ചെയ്ത് എൻ്റെ കാൽ പതിപ്പിക്കും. അതാണ് പ്രൊസീജിയർ. അപ്പോൾ തുടങ്ങാമല്ലോ അല്ലേ? ഓക്കെ ഓക്കെ. ഇത് ദേവലോകം. കണ്ടിട്ട് ചാണകത്തിൽ ചവിട്ടുന്നത് പോലുണ്ട്. ഇത് ഭൂലോകവും പാതാളവും. രാജൻ, സ്ഥലങ്ങളൊക്കെ തീർന്നു കേട്ടോ. എവിടെ എൻ്റെ 3-ാമത്തെ അടി മണ്ണ്? എവിടെ? വാക്ക് പറഞ്ഞാൽ വാക്കായിരിക്കണം കേട്ടോ. ശരിയാണല്ലോ, കംപ്ലീറ്റ്ലി ഫിനിഷ് രാജൻ. നമ്മൾ പാപ്പരായി രാജൻ, നമ്മൾ പാപ്പരായി. കൺഫ്യൂഷൻ ആയല്ലോ. 3-ാമത്തെ അടിക്ക് ഇനി എവിടെ പോകും? വാക്ക് പറഞ്ഞതല്ലേ. ആട്ടെ, എന്തെങ്കിലും പോംവഴി? ചീറ്റിങ് ചീറ്റിങ്. ശരിയാകില്ല ശരിയാകില്ല, മാപ്പ് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അത് ആദ്യം പറയണമായിരുന്നു. എൻ്റെ 3-ാമത്തെ അടി മണ്ണ് എവിടെയെന്ന്. ഇടേ മന്ത്രി, എന്തെങ്കിലും ഒരു ഉപായം കണ്ടുപിടിക്കടേ. ഏയ് വാമനൻ, നമുക്കൊരു മത്സരം വെച്ചാലോ? അത് ശരിയാകില്ല. വാക്ക് പറഞ്ഞാൽ വാക്കായിരിക്കണം, അല്ലാതെ. ഒറ്റത്തവണത്തേക്ക് സമ്മതിക്കുന്നേ. ഓക്കെ ഓക്കെ, ഒറ്റ തവണ മാത്രം. മത്സരമോ? കൊള്ളാം കൊള്ളാം. ഞാനൊരു തോൽവിയല്ലേ? തോൽവിയോ? അക്ഷരം മാറിപ്പോയതാ. ഞാൻ അജയ്യനല്ലേ. ആട്ടെ, മത്സരം എന്താണ്? ഒരു ചതുരംഗമായാലോ? അത് ബാലിശമായി പോയില്ലേ. ഒരു വൈബില്ല. ഞാൻ പറയട്ടെ, നമുക്ക് ഹൈഡ് ആൻഡ് സീക്ക് ആക്കിയാലോ? സാറ്റ് കളി. എന്തുട്ടാ സാറ്റ് കളിയോ? ശരി ശരി, സമയം പോകുന്നു. പെട്ടെന്നാട്ടെ. മത്സരം തുടങ്ങട്ടെ. രാജൻ ജയിച്ചാൽ പോയ സ്ഥലങ്ങളെല്ലാം തിരിച്ച് രാജന്, മറിച്ച് തോറ്റാൽ അതിന് രാജൻ തോറ്റ ചരിത്രം കേട്ടിട്ടില്ലല്ലോ. മുങ്ങാൻ രാജനേക്കാൾ കേമൻ വേറെ ആരുണ്ട്? എന്നാൽ ഞാൻ തുടങ്ങാട്ടോ. 1 2 3 4 5 6 7 8 9 10. തോറ്റെന്ന് സമ്മതിക്കണം മിസ്റ്റർ വാമനൻ. വരട്ടെ വരട്ടെ, ഈ ഗഡിയെ കാണുന്നില്ലല്ലോ. ഐഡിയ. രാജാതിരാജൻ രാജകുലോത്തുങ്കൻ ലഫ്റ്റനന്റ് കേണൽ പത്മശ്രീ പത്മവിഭൂഷൺ ഭരത് മഹാബലി തമ്പുരാൻ എഴുന്നള്ളുന്നേ എഴുന്നള്ളുന്നേ എഴുന്നള്ളുന്നേ. സാറ്റേ, എന്ത് പരിപാടി രാജനെ കാണിച്ചത്? എല്ലാം പോയില്ലേ? അയ്യോ, പറ്റിപ്പോയി മന്ത്രി. ഏതുറക്കത്തിലും അനൗൺസ്മെന്റ് കേട്ട് ഞാൻ ഇങ്ങനെ എഴുന്നേറ്റ് വരും. ശീലമായി പോയി. അതെ രാജൻ, വലിയ കാര്യത്തിൽ പെങ്കി പ്രോമിസ്ഡാണ്. മാറ്റാൻ പറ്റില്ല കേട്ടോ. എനിക്കെന്റെ 3-ാമത്തെ അടി മണ്ണ് കിട്ടിയേ പറ്റൂ. ഞാൻ ഇനി എന്ത് ചെയ്യും മല്ലയ്യ? അല്ലല്ല മന്ത്രിജി. മിസ്റ്റർ വാമനൻ, നിങ്ങൾക്ക് ഒരടി മണ്ണ് കിട്ടിയാൽ പോരെ? മതി മതി. എവിടെ എവിടെ എന്റെ 3-ാമത്തെ അടി വെക്കാനുള്ള സ്ഥലം? ഇനി ആകെ ഒരൊറ്റ സ്ഥലം മാത്രമേ ഉള്ളൂ, നിറയെ മണ്ണുള്ളത്. അതേതാ മന്ത്രി? ഞാൻ അറിയാത്ത സ്ഥലം. വാമനൻ, അതെ, ഈ രാജന്റെ തലയാണ് ഞാൻ ഉദ്ദേശിച്ചത്. മുഴുവൻ കളിമണ്ണ. അതുകൊണ്ടല്ലേ ഈ പറ്റിയത്. അത് കൊള്ളാം.
ഗുഡ് ഐഡിയ. എനിക്ക് ഓക്കെ ഓക്കെ. മന്ത്രി യു ടു. എന്നാ പിന്നെ റെഡി ആയിക്കോളൂ. പോട്ട് ധൃതിയുണ്ടേ. എന്നാ പിന്നെ രാജൻ പെട്ടെന്നാകട്ടെ, ആ തലയങ്ങ് കാണിച്ചാട്ടെ. നിക്ക് ഒരു കാര്യം. എന്തുട്ടാണ് ഇനി രാജൻ? സമയം പോകുന്നു. എന്തായാലും നിങ്ങൾ എന്നെ തലയിൽ ചവിട്ടി താഴ്ത്തും. ഒരു അനുവാദം തരണം. കള്ളവും ചതിയും ഇല്ലാതെ വളർന്ന എന്റെ പ്രജകളെ വീണ്ടും കാണുവാനുള്ള ഒരു അനുവാദം നിങ്ങൾ എനിക്ക് തരണം. അത് ശരിയാവില്ല രാജൻ. പ്ലീസ് വാമനൻ, ഞാൻ ഒരു പാവമല്ലേ. ശരി ശരി. എത്ര ദിവസം വേണം? ഒരു 365 ദിവസം. രാജൻ ആള് കൊള്ളാലോ. ഇതെന്റെ കളിയല്ലേ, ഞാനങ്ങ് പറയും. രാജൻ അങ്ങ് കേട്ടോണം. ആ ശരി ശരി. ഇന്നേക്ക് 1 വർഷം കഴിയുമ്പോൾ ഒരു ദിവസത്തേക്ക് എല്ലാവരെയും കാണാൻ വരാം. ഓക്കെ? ഒരു ദിവസം കൊണ്ട് എന്താകാനാ? ഒരു 10 ദിവസം എങ്കിലും തന്നൂടെ പോവേ. ആ അനുവദിച്ചിരിക്കുന്നു. ആ തലങ്ങ് കാണിച്ചേ, എനിക്ക് ചവിട്ടാൻ ധൃതിയായി. വെയിറ്റ്. വർഷാവർഷം സന്ദർശിക്കാൻ വരുന്നതല്ലേ, ഒന്ന് കളറാക്കാൻ ഒരു പേരിടണ്ടേ? അതെ, പേരിടുന്നൊക്കെ കൊള്ളാം. 10 ദിവസം കഴിഞ്ഞ് തിരിച്ചു വെക്കോണം. ഓ പൊക്കോണം. ഓ പോണം. ആ കിട്ടി പേര് കിട്ടി. ഓണം. അത് കൊള്ളാം. ഓണം. രാജൻ, we miss you മഹാബലി. മന്ത്രി, താനും ഈ വാമനോട് ചേർന്ന് എന്നെ ഒഴിവാക്കാൻ നോക്കിയത് എനിക്ക് മനസ്സിലായില്ല എന്ന് വിചാരിക്കരുത്. എങ്കിലും നാം നിങ്ങളെ താളത്തിന് തുള്ളിയത് വാമനന് കൊടുത്ത വാക്കോർത്താണ്. പ്രാണനേക്കാൾ പറഞ്ഞ വാക്കിന് വില കൽപ്പിക്കുന്നവനാണ് ഈ മഹാബലി. എനിക്കറിയാം, ഞാൻ പോയി കഴിഞ്ഞാൽ ഈ രാജ്യത്ത് നിങ്ങളെല്ലാ കള്ളത്തരവും ചതിയും കൊണ്ടുവരുമെന്ന്. എങ്കിലും ഞാൻ വരും, എന്റെ നല്ലവരായ പ്രജകളെ കാണാൻ, അവരുടെ ക്ഷേമം അന്വേഷിക്കാൻ. അവർക്കെന്തെങ്കിലും പറ്റിയാൽ ഞാൻ വരും. അങ്ങനെ വരേണ്ടി വരരുത്, എന്നെ വരുത്തരുത്. അപ്പം ശരി, അടുത്ത ഓണത്തിന് കാണാം. മാവേലി വിട പറഞ്ഞിട്ട് ഇന്നേക്ക് 1 വർഷം. ആഘോഷങ്ങൾ തുടങ്ങുകയായി. നമുക്ക് ഒന്ന് ചേർന്ന് ആഘോഷിക്കാം. കളമൊഴി വെറുതെയോ കവിളിലെ പരിഭവം പിണക്കമാണു, എന്നോടിണക്കമാണു. അടുത്തു വന്നാലും പൊന്നെ മടിച്ചു നിൽക്കാതെ. നെഞ്ചിൻ ഇടിപ്പ് പോലെ തുടിച്ചു ചാഞ്ചാടും എന്റെ മനസ്സറിഞ്ഞൂടെ. കണ്ണുകളിൽ കുറുമ്പിന്റെ മിന്നലില്ലേ, പൂങ്കുയിലായി കുറുകുന്ന പ്രായമല്ലേ. കളമൊഴി വെറുതെയോ കവിളിലെ പരിഭവം. ചെമ്പകയിലാണിമാല നിരനിരയാലെ അകിലടി ചെണ്ടയും പൂക്കുറും കുഴലും താളമയല്ലോ. വളക്കിലക്കി തളക്കിലക്കി കിളിയാട്ടില്ലേ, ഞങ്ങൾ കനക കതിർ മണി നീട്ടാൻ കാവൽ നിന്നില്ലേ. തലയിളക്കി മുടിയാട്ടി ഉയിരിനുയിരെ പാടൂ നമ്മളെ നല്ലേ. കതിരെല്ലാം കെട്ടണ് പതിരെല്ലാം പട്ടണ് നിറ പറയറതിറയട്ടെ തന്തിര തന്താരോ. കതിരെല്ലാം കെട്ടണ് പതിരെല്ലാം പട്ടണ് നിറ പറയറതിറയട്ടെ തന്തിര തന്താരോ. മുല്ലമലർമണി ചെണ്ടുകളോ നിന്മണി ചുണ്ടുകളോ തെണ്ടിരഞ്ഞെത്തുന്ന വണ്ടുകളോ മുങ്ങിന തുണ്ടുകളോ. ఆరింటికోసారి 7ంటికోసారి
వచ్చుండాయి ఫీలింగ్స్ వచ్చుండాయి ఫీలింగ్స్ వచ్చి వచ్చి చంపేస్తుండాయి ఫీలింగ్స్ ఫీలింగ్స్ వచ్చుండాయి ఫీలింగ్స్ వచ్చుండాయి ఫీలింగ్స్ వచ్చి వచ్చి చంపేస్తుండాయి ఫీలింగ్స్ ఫీలింగ్స్ ഹര ഹരോ ഹര 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 ഹരോ ഹര ധില്ലം ധില്ലം ധളാങ്കണക്ക ചെണ്ടമൃതങ്ങം മേലെ കാവിൽ പൂരക്കാവടി തീലിത്തോരടി പാണ്ടി പടയണി മേളം ഓ കാവടി മേളം നാട്ടുകളരി കച്ചമുറുക്കണ വാൾപ്പയറ്റടി പൂഴിക്കടകൻ ചാടിക്കെട്ടി വരമ്പരി വെട്ടി തോതിര കടകമുടിയും തടയും താളം ഓ കടകൻ താളം കൊമ്പിലിരുന്നൊരു കാത്തിരുന്ന് വിളിച്ചൂടി എന്നു മറിമായം കുമ്പാളക്കോണകമോടെ കുഞ്ഞാര കളിച്ചു നടക്കും കരുമാടി ചെറുക്കാനി എരിയും കൂടയിൽ എരിയും കരിഞ്ഞ കഴുക്കോൽ ഊരാളെ എൻ മാമനെ ആലങ്ങാട്ടെ ചെന്നച്ചാരുടെ ധർമ്മകൾ അവളുടെ കടമിഴി അമ്പിൽ തുമ്പിലുടക്കി കച്ചമുറുക്കി മെഴുക്കുവടുക്കി ചുറ്റി നടന്നിട്ടമ്പലമുറ്റ തറയാൽ തറയിൽ കഥകളി മേളം കണ്ടു മടങ്ങി വരുമ്പോൾ കീഴക വേഷം ചുറ്റിരമിച്ചു കുഴഞ്ഞതും ഉച്ചകഴിഞ്ഞതും അയ്യയ്യേ മച്ചമ്പിയേ നാടറിഞ്ഞേ ഒച്ചമ്പിയേ അയ്യയ്യേ മച്ചമ്പിയേ ധില്ലം ധില്ലം ധളാങ്കണക്ക ചെണ്ടമൃതങ്ങം പേരെ കാവിൽ പൂരക്കാവടി തീലിക്കോരടി പാണ്ടിപ്പടയണി മേളം ഓ കാവടി മേളം ഓ കാവടി മേളം ഓ കാവടി